ഇരുൾ ഗുഹയ്ക്കകത്ത് കൊളുത്തിവെച്ച ദീപമാണ് രാവണന്റെ പത്നിയായ മണ്ഡോദരി. ചുറ്റും അധർമ്മത്തിന്റെയും അഹന്തയുടെയും അകർമ്മങ്ങളുടെയും കൂരിരുട്ട് കട്ടപിടിച്ചു കിടക്കുന്ന രാവണ രാജധാനിയിലാണ് അപ്സര സ്ത്രീയായ ഹേമയിൽ അസുരശില്പിയായ മയന് ജനിച്ച സുശീലയും സുചരിതയുമായ മണ്ഡോദരിയുടെ ജീവിതം. അസുരന്മാരുടെ ശില്പിയായ മയന്റെ മകളാണ് മണ്ഡോദരി. പഞ്ചകന്യകമാരിൽ ഒരാളായ മണ്ഡോദരി രാവണന്റെ ഭാര്യയാണ്. പൂർവജന്മത്തിൽ മധുര എന്ന ശിവഭക്തയായിരുന്നു മണ്ഡോദരി. സോമവാരവ്രതം നോക്കി ശിവപൂജ ചെയ്തെങ്കിലും വിധിഹിതത്താൽ മധുര പാർവതിയുടെ ശാപത്തിനിരയായി. ശാപഫലത്താൽ മണ്ഡൂകമായി 12 വർഷം ഒരു പൊട്ടക്കിണറ്റിൽ കിടന്നു. ശ്രീപരമേശ്വരന്റെ അനുഗ്രഹത്താൽ 12 വർഷങ്ങൾക്ക് ശേഷം തവളയ്ക്ക് ശാപമോക്ഷം ലഭിച്ച് ഒരു പെൺകുഞ്ഞായി. കൂടാതെ ശ്രീ മഹാദേവന്റെ വരപ്രസാദത്താൽ നിത്യകന്യകയുമായി. പൊട്ടക്കിണറ്റിൽ നിന്നും ഈ പെൺകുഞ്ഞിനെ മയനും ഹേമയും എടുത്തു വളർത്തി. മണ്ഡൂകം പെൺകുഞ്ഞായി മാറിയതിനാൽ മണ്ഡോദരി എന്ന് പേരിട്ട് വിളിച്ചു. അതിസുന്ദരിയായ മണ്ഡോദരിയെ ലങ്കാധിപതി രാവണൻ വിവാഹം ചെയ്തു. സീതാന്വേഷണാർത്ഥം ലങ്കയിലെത്തിയ ഹനുമാൻ ആദ്യമായി സുന്ദരിയായ മണ്ഡോദരിയെ കാണാൻ ഇടയായപ്പോൾ സീതയാണെന്ന് തെറ്റിദ്ധരിച്ചതായി വാത്മീകി രാമായണത്തിൽ പറയുന്നുണ്ട്. എല്ലാ മന്വന്തരങ്ങളിലും സ്ത്രീ തേജസ്സാണ്. സൗമ്യമായ ഉപദേശങ്ങളിലൂടെ തെറ്റിന്റെ വഴിയെ പോയ ഭർത്താവിനെ മാത്രമല്ല മണ്ഡോദരി തിരിച്ചുപിടിക്കാൻ നോക്കിയത്, മറിച്ച് കാലത്തിന്റെ മൂല്യങ്ങളെയാണ്, സമാധാനങ്ങളെയും ശാന്തിയെയുമാണ്. അതുകൊണ്ട് തന്നെയാണ് മണ്ഡോദരി ഇന്നും പ്രസക്തയാകുന്നത്.